ഗ്രഹിക്കുമാറാവട്ടെ. ഈ മാസത്തിൻ്റെ വലിയ സവിശേഷത റജബ് മാസമാണ്. നമുക്കറിയാം, റജബ് മാസം ഇസ്രായിനും മെഹറാജിനും സാക്ഷ്യം വഹിച്ച മാസമാണ്. നമ്മളെല്ലാവരും മദ്രസയിൽ പഠിച്ചിട്ടുണ്ട് ഇസ്രാ മെഹറാജ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറ്റവും വിഷമകരമായൊരു സമയത്ത് തൻ്റെ താങ്ങുതണലുമായിരുന്ന മൂത്താപ്പ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു. ഭയങ്കരമായ മനസ്സിന് ഭയങ്കരമായ വിഷമമുള്ള ചുമട്ടുകൾ അരട്ടിയിരുന്ന ഒരു സന്ദർഭത്തിലാണ് അല്ലാഹു തആല മനസ്സിന് വലിയ സമാധാനവും കുളിരുമായി അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. ആകാശലോകങ്ങൾക്കപ്പുറം ഉള്ള അത്ഭുതങ്ങൾ ഒക്കെ അല്ലാഹു തആല കാണിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ വലിയ ഓർമ്മകൾ പങ്കിടുന്ന സന്ദർഭമാണിത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇസ്രാ സൂറത്തിൻ്റെ പേരാണ്. ആ സൂറത്തിലാണ് ഇസ്രാഇനെ കുറിച്ച് പറയുന്നത്. ഖുർആൻ ഇസ്രാഇനെ കുറിച്ച് പറയുന്നു, ഹദീസിൽ മെഹറാജിനെ കുറിച്ചും പറയുന്നുണ്ട്. ഇസ്രാ എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ ഹറമിൽ നിന്ന് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് തൻ്റെ അടിമയെ അല്ലാഹു തആല രാപ്രയാണം നടത്തി. ആ അല്ലാഹു എത്ര പരിശുദ്ധനാണ് എന്ന് പറയുന്നുണ്ട്. രാത്രിയിലാണ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അവിടുത്തെ പ്രവാചകന്മാർക്ക് ഇമാമായി നിർവഹിച്ചു. മുമ്പ് കടന്നുപോയ സകല പ്രവാചകന്മാരുടെയും സാന്നിധ്യത്തിൽ അവർക്കെല്ലാം ഇമാമായി നമസ്കാരം നിർവഹിച്ചു. ശേഷം അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ലൂടെ അല്ലാഹു തആല ആകാശലോകങ്ങൾക്ക് അപ്പുറത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോവുകയും ചെയ്തു എന്നതാണ് ആ സംഭവം. അപ്പോൾ ഈ ചർച്ചയിലൊക്കെ ധാരാളമായി നമ്മൾ മസ്ജിദുൽ അഖ്സയെ കുറിച്ച് പറയുന്നുണ്ട്. മസ്ജിദുൽ അഖ്സ നമ്മുടെ ഒന്നാമത്തെ ഖിബ്ല എന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയുക്തമാകുന്ന സന്ദർഭത്തിൽ റസൂൽ ആദ്യമായി തിരിഞ്ഞു നിന്ന് നമസ്കാരമൊക്കെ നിർവഹിച്ചിരുന്നത് മസ്ജിദുൽ അഖ്സയിലേക്കാണ്. ബറകനാ ഹൗലഹു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അത്രയും അനുഗ്രഹീതമായ ഇടമാണ് അത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഒരുപാട് പ്രത്യേകതയുണ്ട് ആ സ്ഥലത്തിന്. നിരവധി പ്രവാചകന്മാരുടെ പ്രവർത്തന മേഖലയാണ്. അതിലൊരുപാട് ആളുകളുടെ ഖബറിടങ്ങൾ അവിടെയാണുള്ളത്. അവരൊക്കെ നിർമ്മിച്ച നിർമ്മിതികൾ, അവരുടെ പേരിലൊക്കെയുള്ള പള്ളികളൊക്കെ അവിടെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മെഹറാജ് പോകുമ്പോൾ ഒരു പാറയുടെ പുറത്താണ് റസൂലിന്റെ വാഹനം ബന്ധിക്കപ്പെട്ടത്. ആ പാറയുടെ മേലെയാണ് നമ്മൾ ഇന്ന് കാണുന്ന മസ്ജിദ് സഹ്റ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ബൈത്തുൽ മുഖദ്ദസിന്റെ പടം കാണുമ്പോൾ ആ സ്വർണ്ണ കളറിലുള്ള കുബ്ബയുള്ളത് അവിടെയാണ്. അതിന്റെ പേര് മസ്ജിദുൽ അഖ്സ എന്നല്ല, അതിന്റെ പേര് മസ്ജിദ് സഹ്റ എന്നാണ്. അതിന്റെ പേര് പാറപ്പുറത്തുള്ള പള്ളി എന്നാണ്. അതാണ് സാധാരണ ഫോട്ടോയിലൊക്കെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മസ്ജിദുൽ അഖ്സ ഇസ്ലാമിന്റെ ആധിപത്യത്തിന് കീഴിലായിരുന്നു ഉണ്ടായിരുന്നു. റളിയല്ലാഹു അൻഹുവിന്റെ കാലം മുതൽ അത് അങ്ങനെ ഇങ്ങോട്ട് കടന്നു വന്നു. പിന്നീട് പല സന്ദർഭങ്ങളിൽ നഷ്ടപ്പെട്ടു. സലാഹുദ്ദീൻ അയ്യൂബിയോട് വീണ്ടും വീണ്ടെടുത്തു. പിന്നീട് കോളനി വാഴ്ചയുടെ ഒടുവിൽ ചില കുതന്ത്രങ്ങളുടെ ഭാഗമായി അത് ഇസ്രായേലിന്റെ കയ്യിലേക്ക് അത് പോവുകയാണ് ചെയ്തത്. ഇന്നിപ്പോൾ അത് ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണ് സത്യത്തിലുള്ളത്. എല്ലാവർക്കും അവകാശപ്പെട്ട ഇടമാണത്. ജൂതരും ക്രൈസ്തവരും മുസ്ലിങ്ങളും എല്ലാം ഒരുപോലെ ആദരിക്കുന്ന ഇടവും കൂടിയാണ് മസ്ജിദുൽ അഖ്സ കോമ്പൗണ്ട്, ആ പ്രദേശം എന്ന് പറയുന്നത്. അതിന് അവരുടെ നിയന്ത്രണത്തിന് കീഴിലാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്ന് മാത്രമല്ല, മുസ്ലിങ്ങളായ ആളുകൾക്ക്, മുസ്ലിങ്ങൾക്ക് അവരുടെ ആരാധനാ സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെടുന്നത്. കഴിഞ്ഞ ഈ തൂഫാനുൽ അഖ്സയുമായി ബന്ധപ്പെട്ട അനുബന്ധമായി അവിടുത്തെ ഇമാമൊക്കെ വധിക്കപ്പെടുന്നുണ്ട് ഇസ്രായേലി സൈനികരാൽ. അങ്ങനെ കണക്കൊന്നുമില്ല, പിടിച്ചോണ്ടേ കൊന്നുകളയും. സ്വാതന്ത്ര്യമൊന്നുമില്ല. എല്ലാ റമദാനിലും അവിടെ എപ്പോഴും സംഘർഷങ്ങളാണ്. എല്ലാ റമദാനിലാണല്ലോ അവിടെ എല്ലാവരും ഒരുമിച്ച് കൂടുക. അപ്പൊ ഇവർ വന്നിട്ട് ഇവരുടെ ആധിപത്യമാണ്. പിടിച്ച് തള്ളിയും മുന്തിയും വെടിവെച്ചും മറിച്ചിട്ടും അടിച്ചും. ഇപ്പൊ പള്ളി നിസ്കാരം നടന്നുകൊണ്ടിരിക്കണതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ ചെയ്യും. അപ്പൊ അവരുടേതാണെന്നാ, ഞങ്ങളുടേതാണ്, നിങ്ങൾ നിസ്കരിക്കാൻ വരുന്നുണ്ട്, ഞങ്ങളുടെ ഒരു ഔദാര്യമാണെന്നാ. അടിമത്തം ഇഷ്ടപ്പെടുന്നവരല്ലല്ലോ മുസ്ലിങ്ങൾ. കടന്നുപോയ ഫത്വയിൽ നമ്മൾ പറഞ്ഞല്ലോ അല്ലെ. അത് ഈമാനിന് നിരക്കുന്ന സംഗതിയല്ല. വിധേയപ്പെടൽ ഈ പരിപാടിയിലില്ല. തലകുനിക്കാന്നുള്ള പരിപാടിയില്ല. അത് അള്ളാഹുവിന്റെ മുന്നേ മാത്രമേ ഉള്ളൂ. ഒരുപാട് കാലമായി അവിടെ പോരാട്ട ഭൂമിയും കൂടിയാണ് അത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ സമയത്ത് അവിടെ നടക്കുന്ന പോരാട്ടത്തെയും അവിടെയുള്ള പോരാളികളെയും കുറിച്ചുള്ള ചില ഓർമ്മകളും കൂടി ഉണ്ടാകുന്നത് നല്ലതാണ്. നമുക്ക് അത്ര ബന്ധമുണ്ട് അവരുമായിട്ട്.
മസ്ജിദുൽ അഖ്സയുടെ വിമോചനത്തിന് വേണ്ടി നടക്കുന്ന സുപ്രധാനമായ പോരാട്ടമാണത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തുഫാനുൽ അഖ്സ എന്ന പേരിലാണ് ഇപ്പോൾ നടക്കുന്ന സംഘർഷങ്ങൾ ഉള്ളത്. അതിന്റെ പേര് അങ്ങനെയാണ്, ഹമാസ് അതിന് നൽകിയിട്ടുള്ള പേര്. അവിടെ ഇസ്ലാമിക പ്രസ്ഥാനമാണത്. നമുക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു തുടക്കവും കാര്യങ്ങളൊക്കെ അറിയാം. തുടക്കം പലരും പറയാറുള്ളത് ഇതിപ്പോ പെട്ടെന്ന് ഉണ്ടായ ഒരു സംഗതിയായിട്ടാണ് പലരും അതിനെക്കുറിച്ച് പറയാറുള്ളത്. പക്ഷേ പെട്ടെന്നുണ്ടായില്ല. കഴിഞ്ഞ 75 വർഷമായിട്ട് ഭയങ്കരമായ അടിച്ചമർത്തല. ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത മനുഷ്യൻ, ഒരു സ്വാതന്ത്ര്യമില്ല. നമ്മുടെ നാട്ടിൽ, ഈ നാട്ടിൽ ഒരു കൂട്ടം ആളുകൾ വരിക, ഇതിനൊക്കെ പിടിച്ചടക്കുക. എന്നിട്ട് നമുക്ക് ഒന്നിനും സ്വാതന്ത്ര്യമില്ല. എൻ്റെ മക്കളെ, എൻ്റെ കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും പറ്റില്ല. അതിന് സ്വാതന്ത്ര്യമില്ല. അവരുടെ അനുവാദം, പല പേപ്പറുകൾ കിട്ടണം. എൻ്റെ ഭാര്യയോ എൻ്റെ മകളോ ഗർഭിണിയായാൽ അതിന് ആശുപത്രി കൊണ്ട് അവരുടെ അനുവാദം വേണോ? പണ്ട് ഫിറോവിന്റെ അതേ സംഭവം. നമ്മൾ വിചാരിക്കുക എന്താ ചെറിയ കാര്യമാണെന്നല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ വലിയ പ്രചരണം നടക്കുന്നുണ്ട്. അവിടെ എന്ത് ചൊറിയാൻ പോയി, മാന്താൻ പോയിന്ന് അവർ സഹിക്കാവുന്നതിന്റെ പരമെന്ന് അറിയിച്ചു. സാധാരണ അവരുടെ 7 പോസ്റ്റുകളിലാണ് അത്ര അധികവും പ്രസവങ്ങൾ നടക്കാറുള്ളത്. അത് അനുവാദം കിട്ടില്ല. ഇത് പലയിടത്ത് പോകണം. ഈ പ്രസവ വേദനയുടെ അടുക്കുമ്പോഴാണല്ലോ ഒരാൾ ആശുപത്രിയിലേക്ക് പോവുക. അവരുടെ ആശുപത്രി എന്ന് പറയുന്നത് മറ്റൊരുണ്ടാക്കിയ ആശുപത്രി അല്ല, ഇവരുണ്ടാക്കിയ ആശുപത്രി, അവരുടെ ആശുപത്രി, അവരുടെ ഡോക്ടർമാർ, അവർ ശമ്പളം കൊടുക്കുന്ന ആളുകൾ. അത്ര ദുരിതമാണ് നാട്ടിൽ. അവർക്കെതിരെയാണ് ഈ പോരാട്ടം. കഴിഞ്ഞ 75 വർഷമായി ചെറുതും വലുതുമായി നടന്നുകൊണ്ടിരുന്ന പോരാട്ടത്തിന്റെ ഒടുവിലാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, സ്വാതന്ത്ര്യത്തെ ഇഷ്ടപ്പെടുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, പോരാട്ടവീര്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും കഴിയുന്നതല്ല അവിടെ ഉണ്ടായിക്കൊണ്ടിരുന്ന അതിക്രമങ്ങൾ എന്ന് പറയുന്നത്. അതിനെതിരെയാണ് ഈ പോരാട്ടം കേട്ടോ. കടന്ന 75 കൊല്ലമായി അവരനുഭവിച്ചിരുന്ന നരകയാതനകൾക്കെതിരെ എന്തെങ്കിലും ചെയ്യണമല്ലോ. ലോകത്താരും കൂടെയില്ല, എല്ലാവരും ജൂതന്റെ കൂടെയാണ്. ലോകം മുഴുവനാണല്ലോ, ലോക വൻശക്തി രാജ്യങ്ങളെല്ലാം ചേർന്ന് നിൽക്കുകയാണ്, എല്ലാവരും കൂടെയാണ്. ആയുധങ്ങൾ കൊടുത്ത് ഈ കൂട്ടക്കൊലയല്ലേ, ചോദിക്കാനും പറയാൻ ആരുമില്ല. ചുറ്റുവട്ടങ്ങളിൽ കുറെ അറബ് രാജ്യങ്ങളുണ്ട്. അവരാവട്ടെ ഇവരുമായിട്ട് കരാറൊപ്പിടാനുള്ള പരക്കപ്പാച്ചില്ല, കച്ചവടക്കാരാണല്ലോ. അതിനിടയ്ക്ക് ഈ പാവങ്ങളുടെ കാര്യം നോക്കാൻ ആരുമില്ല. ആരെങ്കിലും പറയണമല്ലോ. ആരോരും പറയാനില്ലാത്തവന് അവനവൻ എണീറ്റ് നിന്ന് വർത്തമാനം പറയണമല്ലോ. അങ്ങനല്ലേ? ആ പറഞ്ഞു തുടങ്ങിയതാണ് ഈ പറയുന്ന പോരാട്ടത്തിന്റെ പ്രധാനപ്പെട്ട സംഗതി. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വലിയ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. മുനാഫിക്കീങ്ങളുടെ ഭാഗത്ത് വലിയ പ്രചരണങ്ങളാണ് നടക്കുന്നത്. പണ്ഡിതന്റെ കോലവും വേഷവും ഗ്രൂപ്പും ഒക്കെ ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. സാധനം അതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് അവരുടെ നിവൃത്തികളിൽ ഒരു ഭാഗത്ത് അങ്ങനെ, മറുഭാഗത്തോ മസ്ജിദുൽ അഖ്സയുടെ വിമോചനം. ഞങ്ങൾക്ക് അവിടെ പോയി നിസ്കരിക്കണമെന്നേ, അത് ഞങ്ങളുടേതാണത്. ഞങ്ങളുടെ ഖലീഫ പണി കഴിപ്പിച്ചതാണത്. ഞങ്ങളുടെ റസൂലിന്റെ രാപ്രയാണ വേളയിൽ, ഇസ്രായേലിന്റെ വേളയിൽ നമസ്കാരം നിർവഹിച്ച വിശുദ്ധമായ ഇടമാണ്. നിങ്ങൾ വരും, വന്നോളി, കുഴപ്പമൊന്നും അതിനകത്തില്ല. ഞങ്ങൾക്കവിടെ സ്വാതന്ത്ര്യം വേണ്ടേ. എങ്ങനെയാണ് ആ പോരാട്ടം പൊട്ടിപ്പുറപ്പെടുന്ന സംഗതികൾ നമുക്കറിയാം. അങ്ങനെ അവസാനം ഇസ്രായേൽ അതിനെ പ്രതികരിക്കുന്നുണ്ട്. അവർ ഭയങ്കര കോപിഷ്ഠരായി ഞങ്ങളോട് ചോദിക്കാനോ, ഞങ്ങൾ ആക്രമിക്കാനോ, ഞങ്ങൾക്കെതിരെ മിസൈൽ അയക്കുക. കോപാകുലരായി. അവർ മാത്രമല്ല, അവർക്ക് പിന്തുണ നൽകുന്ന ലോക വൻ ശക്തി രാഷ്ട്രങ്ങൾ, അമേരിക്ക, ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി, എല്ലാവർക്കും ദേഷ്യമായി. അറബ് രാജാക്കന്മാർക്ക് അതിനേക്കാൾ വലിയ ദേഷ്യം. ഞങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇവിടെ നിങ്ങൾ ആരാണെന്ന. അതാണ് നടന്ന സംഭവം. അവർക്ക് ഭയങ്കര ദേഷ്യമായി. എന്തൊക്കെ പറഞ്ഞാൽ രംഗത്ത് വന്നതറിയോ? ഒരാഴ്ച മതി ഞങ്ങൾക്ക്. കാരണം എന്തറിയോ? ആയുധങ്ങളുടെ കൂമ്പാരമാണല്ലോ. ഒരാഴ്ച കൊണ്ട് ഹമാസിനെ അവിടെ ഞങ്ങൾ ഇല്ലാതാക്കും. ഒരാള് പോലും ഉണ്ടാവില്ല. ദേഷ്യം വന്നിട്ടേ. എന്ന് മാത്രമല്ല, ഗസയെ ഞങ്ങൾ ആൾപ്പാർപ്പില്ലാത്ത ഭൂമിയാക്കും. ഒരാൾ പോലും അവിടെ ഉണ്ടാവില്ല. ഒക്കത്തിന് ഞങ്ങൾ പുറത്താക്കാൻ പോവാ. എന്തൊക്കെയാ ദേഷ്യം സഹിക്കാൻ വയ്യാതെ വീണ്ടും അലറി വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ കൈവശമുള്ള എല്ലാ ബന്ദികളെയും ജീവനോടെ ഞങ്ങൾ കൊണ്ടുവരും. നിങ്ങൾ ഇവിടെ ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞിറങ്ങിയതാണ്. 15 മാസം 100 കണക്കിന് പട്ടാളക്കാർ കൊല്ലപ്പെട്ട്. ഇന്നത്തെ ഇപ്പോഴത്തെ വാർത്ത എന്ന് പറയുന്നത്, ഇന്നലെ അവരുടെ സൈനിക മേധാവി വരെ രാജിവെച്ചു. ഈ പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആരോട് പരാജയപ്പെട്ടു എന്നായി പറയണം? ആരോടായി പരാജയപ്പെട്ടത്? 15 മാസത്തിനിപ്പുറം ലോകത്തിൽ ലഭ്യമാകുന്ന ആയുധങ്ങൾ മുഴുവൻ കൊണ്ടുപോയി. സത്യം പറഞ്ഞാൽ കണക്ക് നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞില്ലേ, ഒരാൾ പോലും അവിടെ ഉണ്ടാകാൻ പാടില്ല. സത്യത്തിൽ ഒരു മനുഷ്യൻ പോലും, ഒരു ജീവി പോലും ഉണ്ടാകാൻ പാടില്ല. അമ്മാതിരി വലിയ ആക്രമണം നടത്തി.
എടുത്ത് നോക്കിയിട്ട് അവസാനം ഇപ്പോൾ ബന്ധുക്കളെ കാണാനില്ല. ഇവരെവിടെയാണെന്ന് ഒരു പിടുത്തവുമില്ല. 4 ഭാഗത്തുനിന്ന് ആക്രമണങ്ങൾ. അവര് തന്നെ പറയണ ജിന്നുകളാണോ എന്ന് അവർ തന്നെ ചോദിക്കണം. ഇത് എവിടെ നിന്ന് വരണമെന്നും അറിയില്ല, ഇതെന്താ നടക്കണമെന്നും അറിയില്ല. ഇവര് പോയിട്ട് ആളും പേരൊന്നുമില്ല, ശബ്ദമായ സ്ഥലങ്ങളാണ്. അപ്പൊ അവിടെ പോയി താമസിക്കാം, പൊളിയാനായ കെട്ടിടമൊക്കെ ഉണ്ടാവും. അത് കയറി താമസം മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ. നേരം വെളുക്കുമ്പോഴത്തേക്ക് പിന്നെ ഹെലികോപ്റ്റർ ഒന്ന് വൈദ്യുതി കൊണ്ട് പോകും. ഇത് ആക്രമിച്ചു, ഇത് എവിടെ നിന്ന് വന്നു, എന്താണ് ഏതാണ് ഒരു എത്തുപിടുത്തമില്ല. അള്ളാഹു ആരും. നമുക്കും വലിയ പിടിപാടൊന്നും ഇല്ല കേട്ടോ. ലോകം മുഴുവൻ ഇപ്പോൾ വലിയ ചർച്ചയില്ല ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ്. യുദ്ധത്തിന്റെ സ്ട്രാറ്റജിയെ കുറിച്ച് വലിയ സംസാരം നടത്തുന്ന വിദഗ്ധരായ ആളുകൾ ഇതിനെക്കുറിച്ച് വലിയ പഠനങ്ങളാ. ഇന്റർനാഷണൽ മീഡിയകളിലൊക്കെ ചാനലുകളിലൊക്കെ വലിയ ചർച്ചകളാണ് നടക്കുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല, നമുക്ക് മാത്രം അറിയാം. അതാണ് റബ്ബിന്റെ സഹായം എന്ന് പറഞ്ഞ സംഗതി. അള്ളാഹുവിൽ നിന്നുള്ള സഹായം എന്ന് പറയുന്ന സംഗതി അതാ. ഇത് നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നതറിയോ, അത്ര സന്തോഷം നമുക്കുള്ളത് കൊണ്ടാണ്. അത്ര സന്തോഷമുണ്ട് 1-2 ആളുകളല്ലേ. 15 മാസത്തിനിപ്പുറം അവരെന്ത് നേടി ഈ പറഞ്ഞതിലെന്ന് ചോദിച്ചാൽ ഒന്നും നേടിയില്ല. 15 മാസക്കാലം എല്ലാ ആയുധങ്ങളുമായിട്ട് ഒന്നും അവർക്ക് നേടാൻ പറ്റിയില്ല. പിന്നെ എന്ത് നേടി? അവര് അവിടെ 50,000-ഓളം വരുന്ന മനുഷ്യരെ കൂട്ടക്കൊല ചെയ്തു. കുട്ടികളും സ്ത്രീകളും ഒക്കെ അടക്കമുള്ള 50,000 ആളുകളെ അവിടെ കൊന്നൊടുക്കി. പോട്ടെ, ഇനി അതിന്റെ റൂബിൾസിന്റെ ഒക്കെ അടി കിടക്കണ കുറെ മനുഷ്യന്മാരുണ്ടാകാം. അതുകൂടെ കൂട്ടിയാൽ എങ്ങനെ പോയാലും 23 ലക്ഷം ജനങ്ങൾ അവിടെ ആകെ ഉള്ളത്. അതിൽ ചിലപ്പോൾ 1 ലക്ഷം ആളുകൾ പരിക്ക് പറ്റിയും ഈ രൂപത്തിലൊക്കെ ആയിട്ടുണ്ടാകാം, മരണപ്പെട്ടൊക്കെ പോയിട്ടുണ്ടാകാം. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു സംഭവമേ അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഭാഗത്ത് ഇങ്ങനെ കൂട്ടക്കൊലകൾ നടത്തി. പിന്നെയോ അതേപോലെ തന്നെ അതാണ് അവർ നേടിയെടുത്ത ഒരു കാര്യം എന്ന് പറയുന്ന സംഗതി. പിന്നെ അവിടെ കെട്ടിടങ്ങളൊക്കെ ഒന്ന് തകർത്തു, തരിപ്പണമാക്കി, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ഉണ്ടായെന്നല്ലാതെ ഒരു യുദ്ധലക്ഷ്യം നേടാതെയാണ് അവസാനം കരാറിന് വേണ്ടി അവർ വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്ന് മാത്രമല്ല, വേറൊരു പ്രത്യേകത ഉണ്ടായെന്നറിയാം. ലോകം മുഴുവൻ ആകെ ആ കൊച്ചു ദേശത്തുണ്ടായിരുന്ന ഒരു ചെറിയൊരു പതാകയാണ് ഫലസ്തീന്റെ കൊടി. നമ്മൾ കടന്നുപോയൊരു വർഷം ലോകത്ത് കണ്ടെന്താ? ലോകത്തുള്ള എല്ലാ നഗരങ്ങളിലും അവരുടെ കൊടികൾ പറക്കണം. ഈ ഫലസ്തീന്റെ കൊടിയും പിടിച്ച ആളുകൾ ഒരു ഫലസ്തീനിയും എല്ലാവരും എന്ന് പറഞ്ഞാൽ ആരുമില്ലെങ്കിൽ ഞങ്ങളുണ്ട് എന്ന് ലോകത്തെ മുഴുവൻ. അത് ഹമാസിന്റെ വിജയത. ലോകത്തുള്ള സകല മനുഷ്യന്റെ കയ്യിൽ ഈ കൊടി അങ്ങോട്ട് കൊടുത്തത്, നിങ്ങൾ പിടിച്ച് റോഡിൽ കൂടെ ഇറക്കണമെന്നാ. അതേ രാജ്യങ്ങളിൽ, അതേ അമേരിക്കയിലും ഫ്രാൻസിലും ബ്രിട്ടനിലും പല രാജ്യങ്ങളും നിരോധിച്ചു. പ്രകടനം പാടില്ല, കൊടി പാടില്ല, നിരോധിക്കേണ്ടി വന്നു. വലിയ രാജ്യങ്ങൾ, ജനങ്ങൾ മുഴുവൻ തെരുവിലായി. എന്ന് മാത്രമല്ല, ഫലസ്തീൻ വിഷയം എന്ന് പറയുന്നത് ലോകത്തെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് ഇന്ന് മാറി. ഇന്ന് ജനങ്ങൾ മുഴുവൻ, ലോകത്തുള്ള ഈ പറയുന്ന നിഷ്പക്ഷരായ മുഴുവൻ മനുഷ്യരും സ്വാതന്ത്ര്യത്തെയും നീതിയെയും ആഗ്രഹിക്കുന്ന സകല മനുഷ്യരുടെയും ഐക്യദാർഢ്യത്തിലാണ് ഇന്ന് ആ ജനങ്ങളുള്ളത്. അതാണ് വളരെ അത്ഭുതം. സുബ്ഹാനല്ലാഹ്, നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അപ്പൊ ചില ആളുകൾ ചോദിക്കും, അവരെന്ത് എഴുതില്ലേ, ഹമാസ് എന്ത് എഴുതില്ലേ, മറ്റവരെന്ത് എഴുതി ചോദിച്ചാൽ ആകെ ഇത്രയുള്ളൂ, കുറെ മനുഷ്യരെ കൊന്നൊടുക്കാൻ. നമ്മൾ ഈ കൊറോണ കാലത്ത് എത്ര മനുഷ്യന്മാർ ലോകത്ത് കൊല്ലപ്പെട്ടു. ആളെ കൊന്നൊടുക്കാന്നുള്ള ഒരു യുദ്ധത്തിന്റെ വിജയം കിട്ടുന്നു. രണ്ടാമത്തെ ഒരു സംഗതി ഈ പറഞ്ഞ കാര്യം എന്താ പറഞ്ഞത്? കുറെ കെട്ടിടങ്ങൾ തകർത്തു, ഒരു ഭൂകമ്പം ഉണ്ടായി തകരുന്നുള്ളെല്ലാം. അത് എവിടെ അത്രേ ഉള്ളൂ. ഇപ്പൊ തീപിടുത്തം ഉണ്ടായില്ല, എന്ത് ചെയ്യാൻ പറ്റി? വീണ്ടും കത്താൻ തുടങ്ങി. ഇതാണ് എന്റെ സംഭവം. വിജയം എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ. നമ്മൾ മുന്നോട്ട് വെച്ച ലക്ഷ്യം എന്തെങ്കിലും നേടിയോ എന്നതല്ലേ ചോദ്യം. ഒരു ലക്ഷ്യവും നേടാൻ പറ്റില്ല എന്ന് മാത്രമല്ല. അപ്പൊ മറുഭാഗത്ത് അവരെന്ത് നേടി? ഹമാസ് നേടി അല്ലേ? നേടി അവർ ലോകത്തെ സകല മനുഷ്യർ, ഞങ്ങൾ പിടിച്ചിരുന്ന കൊടി നിങ്ങളും കൂടെ പിടിച്ചോടിയിരുന്ന ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട സാധനമായി മാറിയത് ഫലസ്തീന്റെ പതാക. ലോകം മുഴുവൻ അത് പിടിച്ച് പ്രകടനം നടന്നു. ലോകത്തുള്ള ജനങ്ങൾ മുഴുവൻ അവർക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങി, അവർക്ക് വേണ്ടി വേദനിക്കാൻ തുടങ്ങി. ജാതി മത ഭേദമന്യ മനുഷ്യരൊക്കെയും ദൈവത്തെ അവനവന്റെ അല്ലേ വിശ്വാസപ്രകാരം പടച്ച റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദുആ ചെയ്യാൻ തുടങ്ങിയ ആളുകൾ. എന്ന് മാത്രമല്ലല്ലോ, ലോകത്ത് 10,000-കണക്കിന് മനുഷ്യർ ലോകത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന കാരണം ഇവരുടെ പോരാട്ട വീര്യം കണ്ട്, ഷഹാദത്തിനോടുള്ള അഭിനിവേശം കണ്ട്, ഈ മനുഷ്യരുടെ കരളുറപ്പ് കണ്ട് 10,000-കണക്കിന് ദഅവത്ത് നോക്ക്, 10,000-കണക്കിന് മനുഷ്യർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ലോകത്തിന് നല്ലൊരു മാതൃക കിട്ടി. ജിഹാദി എന്നൊക്കെ വിളിച്ചാണല്ലോ കളിയാക്കിയിരുന്നത്. ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി. സകല അധിനിവേശ ശക്തികൾക്കുമെതിരെയുള്ള നിരന്തരമായ പോരാട്ടം കൂടിയാണത്. ധർമ്മത്തിന്റെയും നീതിയുടെയും സംസ്ഥാപനത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണത്. ആ അർത്ഥത്തിൽ ജിഹാദ് എന്ന വാക്ക് ലോകത്ത് ഏറ്റവും മനോഹരമായ എത്രയോ ആളുകൾ അതിനെക്കുറിച്ചൊക്കെ പഠനം നടത്തിയത്, എത്രയോ മനുഷ്യർ. അപ്പൊ വമ്പിച്ച വിജയം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പരാജയമില്ലാത്ത വമ്പിച്ച വിജയമാണ് നമ്മുടെ ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവിടെ നേടിയെടുത്തിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ നടക്കുന്നതിന് കുറച്ചു ദിവസം മുമ്പാണ്
ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി UN അസംബ്ലിയിൽ അയാളൊരു പ്രഭാഷണം നടത്തും. ആ പ്രഭാഷണത്തിൽ അയാൾ ഒരു പേപ്പർ പിടിച്ചുണ്ടാക്കി നിൽക്കുന്നത്. അയാളൊരു മാപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ്. മൂപ്പറുടെ വക ഒരു സാധനം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതെന്താണ്? അബ്രഹാം അക്കോർഡ് വരുന്നു. അതുകൊണ്ട് ഇനി മുതൽ എന്താണ്? അറബികൾ നോക്കട്ടെ, ഞങ്ങൾ സൗഹൃദത്തിലാണ്. പലസ്തീൻ മാത്രമാണ് ഇതില്ല കേട്ടോ, ആ ഭൂപടത്തിൽ പലസ്തീൻ മാത്രമില്ല. അങ്ങനെ വലിയ വലിയ വർത്തമാനമൊക്കെ ആയിട്ട് വന്നാണ്. എല്ലാം താറുമാറായി എന്ന് മാത്രമല്ല, ലോകത്തുള്ള ഈ പറയുന്ന നമുക്ക് അധികാരത്തിന്റെ, അധിനിവേശത്തിന്റെ, അനീതിയുടെ മുഴുവൻ ശക്തികളും പരാജയപ്പെട്ട ഒരു പോരാട്ടമാണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എന്തുകൊണ്ടാണ് അവരാ വിജയിക്കുന്നത്? നമ്മൾ ഇതിന്ന് പഠിക്കേണ്ട കുറച്ച് പാഠങ്ങളുണ്ട് കേട്ടോ. വിശുദ്ധ ഖുർആൻ വായിക്കുമ്പോൾ എല്ലാം നമ്മൾ വായിക്കണമല്ലോ. ഖുർആൻ വായിക്കുമ്പോഴേ അപ്പൊ ഈ പോരാട്ടത്തെ മുന്നിൽ വെച്ചുകൊണ്ട് അവരുടെ വിജയത്തിന് നിദാനമായ കാരണങ്ങൾ എന്തൊക്കെയാണ്, ആ ജനസമൂഹം എന്തൊക്കെയാണ് പഠിച്ചെടുത്തത്, അവരെന്തിൻ്റെയൊക്കെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഈ പോരാട്ടം മുന്നോട്ട് നയിച്ചത് എന്നത് വളരെ കൗതുകരമായ ഒരു കാര്യമാണ്. നമ്മളത് പ്രത്യേകമായി നമ്മളൊന്ന് പഠിക്കേണ്ട ഒരു കാര്യം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? വഹിനു ബാധിക്കാത്ത മനുഷ്യരാവുക എന്ന് നമ്മളോടുള്ള ഒരു ഉണർത്തലാണത്. വഹിനു ബാധിക്കാൻ പറ്റും. വഹൻ എന്ന് പറയുന്നത് എന്താ? വഹൻ എന്ന് പറഞ്ഞാൽ ദുർബലരാകുക, ഞങ്ങളൊന്നിനും പറ്റില്ല എന്നുള്ള ഒരു ചിന്ത ഉണ്ടല്ലോ. വിശുദ്ധ ഖുർആനെ കുറിച്ച് പറയുന്നുണ്ട്, ഫലാ തഹിനു, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ദുർബലരാകരുത്. അല്ല പറയാ, നിങ്ങൾ ദുർബലരാകരുത് എന്ന് മാത്രമല്ല, നിങ്ങൾ സന്ധിക്ക് വേണ്ടി അപേക്ഷിക്കാൻ പോരുത്. ഞങ്ങൾ പാവങ്ങളാണ്, ഉപദ്രവിക്കല്ലേ, ഞങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങൾ തന്നതുകൊണ്ട് ജീവിച്ചു കൊള്ളാം, ഞങ്ങൾ പ്രയാസപ്പെടും. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് പ്രതി കേട്ടോ. ആരാ ഈ പറയണത്? നമ്മളെപ്പോഴും പറയാറില്ലേ ഖുത്ബയിൽ, അഭിമാനബോധമുള്ളവരല്ലേ മുഅ്മിനീങ്ങൾ, പോരാട്ടവീര്യമുള്ളവരല്ലേ അവർ. അതാ എന്റെ പ്രത്യേകത. അതുകൊണ്ട് ആരുടെ മുന്നിൽ കൈനീട്ടുള്ള പരിപാടിയിലില്ലാതെ സർവാധിനാഥനായ നമ്മളല്ലേ കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞില്ലേ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എന്താ? വേറെ ആരും വലുതില്ല, ബാക്കിയൊക്കെ റബ്ബിൻ്റെതാണ്, റബ്ബിന്റെ കീഴിൽ അല്ലേ. തുൽ മുൽക മൻ തശാ വ തൻസിഉൽ മുൽക മിമ്മൻ തശാ. നീ നൽകുന്നവർക്ക് അധികാരമുണ്ട്. നീ എപ്പോഴാണോ പുറത്താക്കാൻ തീരുമാനിച്ചത് അവരുടെ അധികാരമൊന്നും ഇല്ലാതെ നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ വിശദമായിട്ട് പറഞ്ഞില്ലേ. ഇത് നമ്മുടെ അടിസ്ഥാനപരമായ വികാരവും ബോധ്യമാണെന്നേ, അടിസ്ഥാനപരമായ വികാരവും ബോധ്യമാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ തല ഉയർത്തി നിൽക്കേണ്ടുന്ന മനുഷ്യരല്ലേ, ആരുടെ മുന്നിലും തല കുനിക്കാത്തവർ. അതുകൊണ്ട് വഹിനു ബാധിക്കാത്ത മനുഷ്യരാണവർ. നമുക്കും അത് ബാധകമാണ് കേട്ടോ. നമ്മൾ ദുർബലരായി പോയാൽ നമ്മുടെ ഇടയിലൊക്കെ അങ്ങനെയുണ്ട്. കുഴപ്പത്തിലൊന്നും നിൽക്കല്ലേ, ഒന്നും ചോദിക്കല്ലേ, ഒന്നും പറയല്ലേ. നമ്മൾ മിണ്ടാണ്ടൊരു സ്ഥലത്ത് നമ്മൾ നിസ്കാരമൊക്കെ ആയിട്ട് ഇങ്ങനെ പോയാൽ മതി. പള്ളി നിസ്കാരമൊക്കെ ഉണ്ടല്ലോ, നിസ്കരിക്കാനൊന്നും തടസ്സമൊന്നും ഇല്ലല്ലോ. പള്ളി പൊളിച്ചാൽ പൊളിക്കട്ടെ, അതിനൊക്കെ ഉണ്ടല്ലോ കുറെ കാര്യങ്ങൾ. അങ്ങനെയൊന്നുമല്ല. ഞങ്ങൾക്ക് ഇസ്ലാമിക സമൂഹത്തിന് ഏത് രാജ്യത്തും ഏത് ഭൂപ്രദേശങ്ങളിലും അഭിമാനകരമായ പാരമ്പര്യമുള്ളവരാണ് ഞങ്ങൾ. ലോകത്തിന് അത്രമാത്രം സംഭാവനകൾ അർപ്പിച്ചവരാണ് ഞങ്ങൾ. ലോകം വിവിധം മനോഹരമാകാൻ വേണ്ടതൊക്കെയും ഞങ്ങളുടെ പൂർവികന്മാരുടെ പരിശ്രമങ്ങളാണത്. അത് കേടുവരുത്താനും നശിപ്പിക്കാനും എന്തൊക്കെ വേണോ അതായിരുന്നു നിങ്ങളുടെ കണ്ടുപിടുത്തം മുഴുവൻ. ഇതാ രണ്ട് തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് ഇസ്ലാഹിന്റേതാണ്, നിങ്ങൾ ഫസാദിന്റെ ആളുകളാണ്. നിങ്ങൾ ലോകത്തെ മുഴുവൻ നശിപ്പിക്കുകയാണ്. വംശീയത കൊണ്ട്, വർഗീയതകൾ കൊണ്ട്, പലതരത്തിലുള്ള മനുഷ്യവിരുദ്ധമായ ആശയങ്ങൾ കൊണ്ട് ഒക്കെ നിങ്ങൾ ലോകത്തെ നശിപ്പിക്കുകയാണ്. അത് പാടില്ല എന്ന് പറയാൻ ലോകത്തേക്ക് നിയുക്തമാക്കപ്പെട്ട മനുഷ്യരാണ് ഞങ്ങൾ. അതാണ് ഞങ്ങളുടെ പ്രത്യേകത. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആ ചിന്ത നമുക്കുണ്ടാകണം കേട്ടോ. നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ അത് ഉണ്ടാകണം. അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളിലൊക്കെ. പടച്ചവനെ, അവിടെ കുറെ ആളുകൾ കൊല്ലപ്പെടുന്നു, അവിടെ അത് നടക്കുന്നു, അതൊന്നും അല്ലത് കേട്ടോ. ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ കരുത്തു നൽകണേ പടച്ചവനെ, അവർക്ക് നീ പിൻബലം നൽകണേ അല്ലാഹുവേ, അവരോടൊപ്പം വിജയം ആഘോഷിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ എന്ന് കരുത്തുള്ള പ്രാർത്ഥനയുടെ വചനങ്ങൾ കൊണ്ടാണ് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് പിന്തുണ നമ്മൾ നൽകേണ്ടത്. അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതാണ് വഹിനു ബാധിക്കാത്ത മനുഷ്യരാണ് അവര് എന്നത് വിശുദ്ധ ഖുർആൻ അവരെ കുറിച്ച് പറയുന്നുണ്ട്. അവരെന്താ? ഫലാ തഹിനു. അല്ലാഹ് പറയാണ് നമ്മളോട്, ഫലാ തഹിനു, നിങ്ങൾ നിസ്സാരരാവല്ലേ, നിങ്ങൾ നിന്ദരാവല്ലേ, നിങ്ങൾ ചെറുതായി പോകല്ലേ. നമ്മളോട് പറയാ, നിങ്ങൾ ചെറുതായി പോകരുത് ആരുടെ മുന്നിലും. നിങ്ങൾ സന്ധിക്ക് വേണ്ടി നിങ്ങൾ ആരോട് നിങ്ങൾ അപേക്ഷിക്കാൻ നിങ്ങൾ പോകരുത്. മാപ്പപേക്ഷയായിട്ട് ഒരുത്തന്റെ അടുത്ത് പോകണ്ട. മാപ്പപേക്ഷയായിട്ടേ ഒരുത്തന്റെ അടുക്കൽ നിങ്ങൾ പോകരുത്. അള്ളാന്റെ കൽപ്പനയാണ് കേട്ടോ. പിന്നെ അടുത്തെന്താ പറയുന്നത്? വഅൻതുമുൽ അഅലൂൻ, നിങ്ങളാണ് ഉന്നതർ. ആരായി പറയുന്നത്? സർട്ടിഫിക്കറ്റ് ആര് തന്നതാ?
നിങ്ങൾ അതിനെ കളഞ്ഞു കുടിക്കല്ലേ. വഅൻതുമുൽ അഅലൗന, നിങ്ങളാണ് ഉന്നതർ. വല്ലാഹു മഅക്കും, അല്ലാഹു നിങ്ങളുടെ കൂടെ ഉണ്ടെന്നേ. എന്തായി കേൾക്കണത്? അപ്പൊ ഇത് മനസ്സിലായി ആ മനുഷ്യന്മാർക്ക്, ഇമാരാരും ഇല്ലെങ്കിലും ഞങ്ങളുടെ റബ്ബ് ഞങ്ങളുടെ കൂടെയുണ്ട്, അള്ളാഹ് കൂടെ ഉണ്ടെന്നേ. അത്ഭുതമല്ല. അല്ലെങ്കിൽ അവർക്ക് എന്താ ആയുധം? ഇത്ര കാലമായിട്ട് ഉപരോധത്തിൽ കഴിയുന്ന ആ മനുഷ്യർക്ക് എന്ത് ആയുധമാണ് അവരുടെ കയ്യിലുള്ളത്? അവരെ തന്നെ എപ്പോഴും പറയേണ്ടത് 4-5 സാധനങ്ങളുടെ പേര് പറയേണ്ടത്, ഇതാണ് ആകെ ഉള്ളത്. ഇത് വെച്ചിട്ടാണ് ഈ പരിപാടി മുഴുവൻ നടക്കുന്നത്. മറ്റവർ കൊണ്ടുവരുന്നോ? ഇപ്പൊ നമ്മൾ കണ്ടില്ലേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അല്ലേ, ഇന്റർനാഷണൽ മീഡിയ ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. ഗസയുടെ, റഫയുടെ, ഖാൻ യൂനിസിന്റെ ഒക്കെ തെരുവുകളിൽ മുഴുവൻ ഇവരുടെ തകർക്കപ്പെട്ട സൈനിക വാഹനങ്ങളാ. സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവര് പറയുന്ന എണ്ണമൊന്നുമല്ല കൊല്ലപ്പെട്ടിരിക്കുന്നത്. വെറുതെ ഒന്നുമല്ല അവർ കരാറിന് വന്നത്. ഇവര് പറഞ്ഞ എണ്ണമൊന്നുമല്ല. ഇതിങ്ങനെ ആയെന്ന് തന്നെ അത്ഭുതം തോന്നും. ഇവരെ ടാങ്ക് എന്നൊക്കെ പറഞ്ഞ ചെറിയ സാധനമല്ല, അത്യാധുനിക സംവിധാനം. ആർക്കും തകർക്കാൻ പറ്റില്ല അത്രേ. എന്ത് ബോംബ് കൊണ്ട് തകർക്കാൻ പറ്റാത്തെന്ന് പറഞ്ഞ് ഇറക്കിയ സാധനമാണ്. മണ്ണാട്ടപ്പാട്ട പോലെ ഇങ്ങനെ ചേർന്ന് കിടക്കും. അത് എടുക്കാനും കൊടുക്കാനും പോലും പറ്റില്ല. ആ ജാതി കോലത്തിൽ ഈ സാധനങ്ങൾ കിടക്കണം. അത്ഭുതം തോന്നും നമുക്കത്. ഇതുപോലെ മലക്കുകൾ ഇറങ്ങി യുദ്ധം ചെയ്തു അല്ലാഹു പോലെ. അതാണ് എൻ്റെ അവസ്ഥ. ആ സാധനങ്ങളുടെ അവസ്ഥ അതാണ്. അത്ഭുതം തോന്നും നോക്കും. അപ്പൊ ഈ ചെറിയ ചെറിയ ആയുധങ്ങൾ കൊണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ കൂടെ അല്ലാഹ് ഉണ്ടെന്നേ. അതുകൊണ്ടാണല്ലോ അവരെപ്പോഴും നിരന്തരം പറയുമല്ലോ, ഓരോ ഒരു ചെറിയ ആയുധം പ്രയോഗിക്കുമ്പോൾ, മിസൈൽ അയക്കുമ്പോൾ അല്ലേ, ഒമാ റമൈത ഇത് റമൈത വലാകിന്ന അല്ലാഹ റമ, ഇത് പറഞ്ഞുകൊണ്ടാണ് അവര് അല്ലേ. ബദർ കുറിച്ചുള്ള പരാമർശമാണ്, ആയത്താണ്. ഒമാ റമൈത ഇത് റമൈത, നീ അമ്പെയ്തപ്പോൾ യഥാർത്ഥത്തിൽ നീ അല്ല അമ്പെയ്തത്, വലാകിന്ന അല്ലാഹ റമ, അള്ളാഹുവാണ് അമ്പെയ്തത്. അത് പ്രത്യേകം അള്ളാഹു കൊടുത്ത പ്രത്യേകമായി കരുത്തിൽ, ശേഷിയിലാണ്. അത്ഭുതം തോന്നും നമുക്കത്. ഇത്ര സൂക്ഷ്മമായിട്ടാണ് ആക്രമണങ്ങൾ നടക്കുന്നത്. അവിടെ കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്ന സംഭവം അത്രയുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ചെറുതായി പോവല്ലേ, നിങ്ങൾ അള്ളാന്റെ ആളുകളാണ്, ചെറുതാകല്ലേ എന്ന ശാസന വിശുദ്ധ ഖുർആൻ നമ്മളോട് നടത്തണം. അത് അവർക്ക് മനസ്സിലായ മനുഷ്യരാണ് എന്നതാണ് അവരുടെ വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു പ്രത്യേകത അറിയോ, അതിജീവനത്തിലുള്ള ചില ക്വാളിറ്റികളുണ്ട്. അതിജീവനത്തിന് ജയിക്കാൻ ചില ക്വാളിറ്റികൾ അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. ആ ക്വാളിറ്റികൾ നേടിയെടുക്കാൻ കഴിഞ്ഞു അവർക്ക്. ആ ക്വാളിറ്റികൾ അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. ഖുർആൻ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ മൻ യർതദ്ദ മിൻകും അൻ ദീനി ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ അഇസ്സത്തിൻ അലൽ കാഫിരീൻ യുജാഹിദൂന ഫീ സബീലില്ലാഹ് വലാ യഖാഫൂന ലൗമത ലായിം. അല്ലാഹു തആല പറയാണ്, മൻ യർതദ്ദ മിൻകും അൻ ദീനി, ഈ ദീനിൽ നിന്ന് പോണവരൊക്കെ പൊക്കോട്ടെ. നിങ്ങളൊന്നും വിചാരിക്കല്ലേ കുറെ ആളുകൾ ഇതിനെതിരാണ്, കുറച്ചു പേര് പോയി അങ്ങോട്ട് പോയി, അങ്ങനെ വിചാരിക്കല്ലേ. പോണവരൊക്കെ പൊക്കോട്ടെ. അള്ളാഹു മറ്റൊരു ജനവിഭാഗത്തെ കൊണ്ടുവരും. അവിടത്തുള്ള വലിയൊരു പാഠമാണത് കേട്ടോ. അവസാനം അറബികൾ വരെ വേണ്ടാന്ന് വെച്ചല്ലോ. ഇനിയിപ്പോൾ അതൊന്നും നടക്കാൻ പോണില്ല. മസ്ജിദുൽ അഖ്സ വിമോചനമൊന്നുമില്ല. അതൊക്കെ ഇപ്പൊ അവർ കൊണ്ടുപോട്ടെ, ബാക്കി കച്ചവടം നടക്കട്ടെ. എല്ലാവരും കൈയൊഴിഞ്ഞല്ലോ. അതാണ് സംഭവം, കൈയൊഴിഞ്ഞു. ആ ജനങ്ങളെയും കൈയൊഴിഞ്ഞു. അവരാര് കൊന്നാലും വേണ്ടില്ല എന്നിടത്തെത്തിയ കാര്യങ്ങൾ. അല്ലാഹു തആല പറയാം, പോണവരൊക്കെ പൊക്കോട്ടെ. നീ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഒരു ഖൗമിനെ അവർ അല്ലാഹു തആല കൊണ്ടുവരും. അവരുടെ പ്രത്യേകത അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളോട് ഏറ്റവും വിനയത്തോടെ പെരുമാറുന്നവരാണ് അവർ. അവർക്ക് ആരോടും പകയും ദേഷ്യമൊന്നുമില്ല കേട്ടോ. എല്ലാ മുഅ്മിനീങ്ങളോടും. ഇപ്പോഴും വലിയ അത്ഭുതമാണല്ലോ അല്ലേ, ഇങ്ങനെ അവർ ഒറ്റുകൊടുത്തവരെ പോലും അവർ കുറ്റപ്പെടുത്തുന്നില്ല എന്നുള്ള. അവർ ഒറ്റുകൊടുത്ത, അവരെ പട്ടിണിക്കിട്ട് കൊല്ലാൻ കൂട്ടുനിന്ന ചുറ്റുവട്ടങ്ങളിലുള്ള രാജ്യങ്ങൾ ഇപ്പോഴും ഒരു കുറ്റം പറയണല്ലോ. ഞങ്ങളുടെ സഹോദരങ്ങളെന്നാ ഇപ്പോഴും അവരെ കുറിച്ച് പറയാം. അങ്ങനെ പറയാൻ പറ്റുമോ? നമുക്ക് പോലും അങ്ങനെ പറയാൻ കഴിയുന്നില്ല കേട്ടോ. മുഅ്മിനീങ്ങളോട് എപ്പോഴും വളരെ അതില്ലത്തോടെ പെരുമാറുന്നവരാണ്, വളരെ വിനയത്തോടെ പെരുമാറുന്നത്. എന്നാലോ കാഫിരീങ്ങളുടെ മുന്നിൽ തങ്ങളുടെ ഇസ്സത്തിന് കളങ്കം വരുത്തുന്ന ഒരു പരിപാടിക്ക് അവർ നിൽക്കില്ല. അവരെപ്പോഴും തല ഉയർത്തി നിൽക്കുന്ന മനുഷ്യരാണ് അവർ. യുജാഹിദൂന ഫീ സബീലില്ലാഹ്, അവർ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് നിർവഹിക്കുന്നവരാണ്. വലാ യഖാഫൂന ലൗമത ലായിം, കുറ്റപ്പെടുത്തുന്നവന്മാരുടെ കുറ്റപ്പെടുത്തലിൽ അവർ ഭയപ്പെടുന്നേയില്ല. അവർ കുറ്റപ്പെടുന്ന നാട് നീളം പ്രസംഗം നടക്കട്ടെ. എന്തൊക്കെയാണ് കുപ്രചരണങ്ങൾ, കള്ളപ്രചരണങ്ങൾ. അതിന് അവർ ചെവി കൊടുക്കണ തന്നെ ഇല്ല. അതൊക്കെ ആളുകൾ ഊരും ഇല്ലാത്തൊരു വലുതും പറഞ്ഞുകൊണ്ട് നടക്കും. നമ്മൾ പല മറുപടിയും പറഞ്ഞു ആ ഇടപാടൊന്നുമില്ല. വിജയത്തിലുള്ള ക്വാളിറ്റി അല്ലാഹു തആല എണ്ണി പറയുന്നത് മുഴുവൻ ഇത് എല്ലാ സമൂഹങ്ങൾക്കും ബാധകമാണ് കേട്ടോ. ലോകത്തെവിടെയുള്ള എല്ലാ ഇസ്ലാമിക സമൂഹങ്ങൾക്കും ബാധകമായ സംഗതിയാണ് ഈ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. മറ്റൊന്നാണ് എന്താണ്, ദുനിയാവിനേക്കാൾ ആഖിറത്തിന് പ്രാധാന്യം നൽകിയ മനുഷ്യർ ഭയങ്കര അത്ഭുതമാണല്ലോ. അവർക്ക് എന്തുമാത്രം ഓഫർ ഉണ്ടായിരുന്നു.
അത്ര ഓഫറുകളാ. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇത് നിങ്ങളൊന്ന് ഒഴിവാക്കി തന്നാൽ, ഈ സ്ഥലം ഒഴിവാക്കി തന്നാൽ മതി, ഈജിപ്തിൽ നിങ്ങൾക്ക് വേണ്ടി മനോഹരമായ ഒരു നഗരം പണിയാൻ പോകും, അവിടെ പോകണം, എവിടെ വേണം നിങ്ങൾക്കെല്ലാം റെഡിയാക്കി തരാവുന്ന ഒരുപാട് ഓഫറുകളായിരുന്നു അവരുടെ മുന്നിലുണ്ടായിരുന്നത്. ദുനിയാവിനോട് പ്രണയവും പ്രേമവും ഉള്ള മനുഷ്യനാണെങ്കിൽ വീണു പോകും പലതും. ഇവരുടെ നേതാക്കന്മാരുടെയൊക്കെ മുന്നിൽ അമ്മ അത്ര ഓഫറുകൾ വെച്ചിട്ടുണ്ട്. യഹ്യാ സിൻവാറിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന് വലിയ ഓഫർ കൊടുത്തു, ഇവിടെ നിന്ന് പുറത്തു പോകാം, നിങ്ങൾക്ക് സുരക്ഷിതമായി നിങ്ങളെ അയൽ രാജ്യത്ത് നിങ്ങൾക്കൊണ്ട് സുഖമായിട്ട് അവിടെ ജീവിക്കാൻ സൗകര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഞാൻ പിറന്ന ഈ നാട് വിട്ട് എൻ്റെ സഹപ്രവർത്തകരായ പോരാളികളെ വിട്ട് ഒന്നിലേക്കും ഞാനില്ല എന്ന് തീർത്ത് പറഞ്ഞ ആളാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം മറ്റൊന്നും കൂടി പറഞ്ഞു. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ പേരൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ട കേട്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുടെ പേര് നമ്മൾ അനുസ്മരിക്കുന്നത് അവരുടെ ധീരതയുടെ കാര്യത്തിലാണ്, ഈമാനിന്റെ അവരുടെ പൂർണ്ണതയുടെ കാര്യത്തിലാണ് നമ്മൾ പറയുന്നത്. അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചു കേട്ടോ, നിങ്ങൾ ഒരിക്കലും വിചാരിക്കണ്ട ഞങ്ങൾ വെള്ളപ്പതാക ഉയർത്തുന്നു, കീഴടങ്ങളുടെ പതാക ഉണ്ടല്ലോ, വെള്ളക്കൊടിയും പിടിച്ച് ഞങ്ങൾ റോഡിൽ ഇറങ്ങി നിൽക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേ വേണ്ട, അവസാനത്തെ ആൾ കൊല്ലപ്പെട്ടാലും. ഇങ്ങനെ പറയാൻ കഴിയുന്ന മനുഷ്യർ എല്ലാം തകർത്തല്ല. ഇപ്പം നോക്കിയ ആളുകൾ വന്നിട്ട് തകർക്കപ്പെട്ട തങ്ങളുടെ വീടുകളിലേക്ക് ആളുകൾ തിരിച്ചു വരിക, ഒക്കെ വലിയ വലിയ വീടുകളാണ്, നല്ല മനോഹരമായ വീടുകളാണ്, ഇതൊക്കെ തകർക്കപ്പെട്ട് കിടക്കാം, ഒന്നുമില്ല അല്ലേ. അവർ വന്നിട്ട് നേരത്തുള്ള കിടക്കുന്ന കല്ലും കട്ടയൊക്കെ എടുത്തു മാറ്റി അടിച്ചു തുടച്ച് ഒരു പായൊക്കെ വിരിച്ച് കുട്ടികളൊക്കെ കിടന്ന് ഭയങ്കര സന്തോഷം. സാധാരണ നമ്മുടെ ഇടയിലാണെങ്കിലോ എന്തായിരിക്കും തലേ തല്ലി കരഞ്ഞ് നിലപിടിച്ചൊക്കെ പോയല്ലോ, അത് പോയല്ലോ, ഇത് പോയല്ലോ, ഒരാളെങ്കിലും പറഞ്ഞു കേട്ടോ. ഇതൊക്കെ ഉണ്ടായിട്ട് ഒരാളെങ്കിലും ഹമാസിനെ കുറ്റം പറഞ്ഞു കേട്ടോ. എന്തൊരു ധീരതയുള്ള മനുഷ്യരാണ്, ഒരാളെങ്കിലും കുറ്റം പറഞ്ഞു. ഇവരെ കാരണമാണ് ഈ ദുരിതം ഉണ്ടായി. ഇവിടെയൊക്കെ അത് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്, അവരെ കണ്ടു അവിടെ ദുരിതം ഉണ്ടാക്കുന്നത്. ആ നാട്ടുകാരെങ്കിലും പറയണ്ടേ, ഒരാളെങ്കിലും പറയണ്ടേ അല്ലേ. വെടിനിർത്തൽ കരാറ് പ്രാബല്യത്തിൽ വന്ന് മിനിറ്റ് കഴിയുമ്പോൾ നോക്കുമ്പോൾ ഉണ്ടതാ ഗസയുടെ തെരുവുകളിൽ മുഴുവൻ സൈനികർ, ഹമാസിന്റെ അവരുടെ സർക്കാരുണ്ട്, ഹമാസിന്റെ സർക്കാരുണ്ട്, അവരുടെ പോലീസുകാരും എല്ലാം യൂണിഫോം, ചെറിയ പോലും ഇല്ല, ഇതെല്ലാവരും റെഡി, രംഗത്തെത്തി. അതിവേഗതയിലാണ് 1-2 ദിവസം കൊണ്ട് റോഡുകളൊക്കെ റെഡിയാക്കി കഴിഞ്ഞു. എന്തൊരു മനുഷ്യരാണെന്ന് ആലോചിച്ച് നോക്കി. സങ്കടപ്പെട്ടും കരഞ്ഞും ഇനി ആരുമില്ല, ഞങ്ങൾക്കിനി ആരുമില്ല, ഇനിയെങ്കിലും നിർത്തിക്കൂടെ, ഞങ്ങൾ എവിടെ വേണേലും പൊക്കോളാം എന്നാരെങ്കിലും പറഞ്ഞോ? നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ അതൊക്കെ? ഒരാളും ആരുടെ മുന്നിൽ യാചിച്ച് നിൽക്കുന്നത് നമ്മൾ കാണുന്നില്ല എന്നതാണ്. അതുകൊണ്ട് ദുനിയാവ് യാ അയ്യുഹല്ലദീന ആമനൂ മാ ലക്കും ഇദാ ഖീല ലക്കും ഇൻഫിറൂ ഫീ സബീലില്ലാഹി ഇസ്തഖൽതും ഇലൽ അർള്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഇറങ്ങി പുറപ്പെടാൻ നിങ്ങളോട് കൽപ്പിക്കുമ്പോൾ അല്ലയോ സത്യവിശ്വാസികളെ, ദുനിയാവിൽ നിങ്ങൾ ഇങ്ങനെ അള്ളിപ്പിടിച്ച് നിൽക്കുകയാണോ എന്ന് അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്. അങ്ങനെ അള്ളിപ്പിടിച്ച് നിന്നവരെല്ലാവരും ദുനിയാവ് ഓർക്ക് വേണ്ട. ഇങ്ങനെയുള്ള വലിയ പാഠങ്ങൾ, അതിജീവനത്തിന്റെ വലിയ പാഠങ്ങളാണ് നമ്മുടെ മുന്നിൽ. പോരാട്ടപ്പെടെ അവസാനിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ഇതോടുകൂടി എല്ലാം തീർന്നു വിചാരിക്കേണ്ട, ഇനിയുണ്ട്. പക്ഷേ ഭയങ്കരമായി ഭയപ്പെട്ടിരിക്കുന്നു ലോകവശക്തി രാജ്യങ്ങൾ, പേടിച്ചിരിക്കുന്നു. പുറത്തവർക്ക് പറയാൻ പറ്റില്ല എന്നുള്ളൂ, ഭയങ്കരമായ ഭയമുണ്ട്. അവരെക്കാൾ വലിയ ഭയം ചുറ്റുവട്ടങ്ങളിലുള്ള രാജാക്കന്മാർക്കൊക്കെ ഉണ്ട്. ഇവർ നമ്മൾ വിചാരിക്കണ പോലെയല്ല, ഇസ്ലാം അങ്ങനെയൊന്നും അല്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒതുക്കി പിടിക്കാനൊന്നും കഴിയില്ല. ഈ സാധനത്തിന് ഭയങ്കരമായ പ്രഹരശേഷി അതിനുണ്ട്. സകല താവൂത്തിനെയും ജാഹിലിയത്തിനെയും അത് കടപഴക്കി എറിയും എന്നുള്ള വല്ലാത്ത ചിന്ത. ഇതിനു വേണ്ടിയാണ് ഈ ഇതുമാത്രം പണം മുടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവരുടെ മുന്നിൽ എന്താണ്, ഈ അതിജീവനത്തിന്റെ വലിയ പാഠങ്ങളാണ് അവർ നമുക്ക് പകർന്നു നൽകുന്നത്. ഷഹാദത്തോ രക്തസാക്ഷിത്വം, ആളുകൾ ഈ മരിച്ചതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ, ഇത്ര ആളുകൾ കൊല്ലപ്പെട്ടു എന്നല്ലേ. എന്നാലും അവിടെ ആളുകൾ പറയാണ്, ഓരോരുത്തരും പറയാണ്, എൻ്റെ കുടുംബത്തിൽ നിന്ന് ഞങ്ങളുടെ കുടുംബം എന്നറിയോ, ഞങ്ങളുടെ കുടുംബം 3 രക്തസാക്ഷികളുള്ള കുടുംബമാണ്, എൻ്റെ കുടുംബം 2 രക്തസാക്ഷികളുള്ള കുടുംബമാണ്, എൻ്റെ കുടുംബം 5 രക്തസാക്ഷികളുള്ള കുടുംബമാണ്. പിന്നെ വേറെ ചില കുടുംബങ്ങളെ കുറിച്ചോ അവരിൽ ആരും ഇന്ന് അവിടെ ഇല്ല, അവരെല്ലാവർക്കും അല്ലാഹു രക്തസാക്ഷിത്വത്തിന്റെ പദവി നൽകി അനുഗ്രഹിച്ചു എന്ന അഭിമാനത്തോടെ പറയുന്ന മനുഷ്യരാണ്. ഞാൻ പറയുന്നത് ഈ നിലയിലൊക്കെ അതിജീവനത്തിന്റെ വലിയ പാഠങ്ങൾ ലോകത്ത് ശേഷിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ അവർ ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈമാനിനെയും ജിഹാദിനെയും സമന്വയിപ്പിച്ച് ആരുടെ മുന്നിലും തലകുനിക്കാതെ തങ്ങൾ അള്ളാഹുവിൽ മാത്രം തവക്കുലാക്കി നടത്തിയ പോരാട്ടത്തിന്റെ വിജയമാണ് യഥാർത്ഥത്തിൽ നമ്മൾ അവിടെ കാണുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ സഹോദരങ്ങളോടൊപ്പം ആ വിജയത്തിലൊക്കെ നമ്മളും സന്തോഷം പ്രകടിപ്പിക്കുന്നു. അവരെ നമ്മൾ അഭിവാദ്യം ചെയ്തു. പ്രത്യേകിച്ചും അവരുടെ കൂടെ രക്തസാക്ഷികളായ നേതാക്കളുണ്ട്, നിരവധി നേതാക്കളുണ്ട്. അതിൽ തന്നെ ചില ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ പറഞ്ഞ ആളുകളൊക്കെ ഇന്നലെ മിനിങ്ങാന്നൊക്കെ റോഡിൽ കൂടെ നടക്കുന്നു. അത് വേറെയും ഉണ്ട്. അവിടെ ഒരു കൊല്ലപ്പെടുന്ന ലിസ്റ്റ് കൊടുത്തിരുന്നതാണ്. അപ്പോൾ ആൾക്ക് റോഡിൽ കൂടെ നടക്കുന്നു പ്രസംഗിച്ചിട്ട്.
അത് വേറെ, ഇങ്ങനെയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് രക്തസാക്ഷികളായി ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു തആല അവരുടെ രക്തസാക്ഷിത്വത്തെയും അവരുടെ സഹനത്തെയും സബറിനെയും ഒക്കെ അല്ലാഹു തആല സ്വീകരിക്കുകയും സമ്പൂർണ്ണമായി വിജയം നൽകി അല്ലാഹു നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. നാളെ പരലോക നാളിൽ ശുഹദാക്കളെ അല്ലേ, ശുഹദാക്കളെ, അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലെ കരുത്തരായ പോരാളികളെ നമുക്ക് നല്ല കൺകുളിർമയോടെ കാണാനും അത് അഭിവാദ്യം ചെയ്യാനും ഒക്കെ ഉള്ള സൗഭാഗ്യം നൽകി അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല ഈ ലോകക്രമം മാറിമറിയും എന്നൊക്കെയാണ് പുതിയ നിരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആഗോള ക്രമം, ലോകക്രമം, വേൾഡ് ഓർഡർ ഒക്കെ മാറുമെന്ന് പറയപ്പെടുന്നു. ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അല്ലാഹു തആല ഇസ്ലാമിന് അനുകൂലമായ ഒരു ലോകക്രമം ഇവിടെ സംവിധാനിക്കപ്പെടണം. അതൊക്കെ കൺനിറയെ കാണാനുള്ള സൗഭാഗ്യം നൽകി അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. വഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ അൽ-അദീം ലി വലക്കും വഅസ്തഗ്ഫിറുഹു അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا كما أمر، وأشهد أن لا إله إلا الله وحده لا شريك له المتعالي للمشاركة والمشاكلة لسائر البشر، وأشهد أن محمدا عبده ورسوله النبي المعتبر. أيها الناس، أوصيكم عباد الله ونفسي أولا بتقوى الله. قال الله سبحانه وتعالى في كلام: إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم ارض عن الأربعة الخلفاء الراشدين المهديين، عن أبي بكر الصديق وعمر الفاروق وعثمان ذي النورين وعلي المرتضى، وعن بقية الصحابة والقرابة كلهم أجمعين، وعن التابعين وتابع التابعين وتابعهم بإحسان إلى يوم الدين. പ്രിയ സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി ഞാൻ എന്നോട് നിങ്ങൾ ഓരോരുത്തരോടും അള്ളാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾക്ക് വിധേയപ്പെട്ട് തഖ്വ നിറഞ്ഞ വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് വീണ്ടും വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ വെങ്ങന്നൂരുള്ള മുഹമ്മദ് അലി ഹാജിയാരെന്ന് നമ്മളൊക്കെ സ്നേഹത്തോടെ വിളിക്കാറുള്ള ഇവിടെ ഹസനാലുട്ടി മാഷിൻ്റെ വാപ്പ പിന്നെ രോഗാവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. പ്രത്യേകം ദുആ ചെയ്യണമെന്ന് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പടച്ചറബ് അദ്ദേഹത്തിന് രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചറബ് നമ്മുടെ കൂടെ രോഗികളായി കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു ഇത്തരത്തിലുള്ള രോഗങ്ങളിൽ നിന്ന്, രോഗാവസ്ഥകളിൽ നിന്നൊക്കെ അള്ളാഹുത്തല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സമ്പൂർണ്ണമായ രോഗശമനങ്ങൾ കൊണ്ട് അള്ളാഹുത്തല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം നയിക്കാനുള്ള സൗഭാഗ്യം നൽകി അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകളും കുറ്റങ്ങളും മാപ്പാക്കി തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, സന്തോഷവും സമാധാനം നിറഞ്ഞ സലാമത്തായ ജീവിതം ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ പടച്ചവനെ. അള്ളാഹുവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ നീ ലോകത്ത് നിന്ന് വിട പറഞ്ഞ മുഴുവൻ ആളുകൾക്കും അള്ളാഹുവെ സമ്പൂർണ്ണമായി മഗ്ഫിറത്തും റഹ്മത്തും നൽകി കബറിടങ്ങളുടെ സന്തോഷം നൽകി അവർ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ആഫിയത്തുള്ള ഈമാനുള്ള ദീർഘായുസ് നൽകി അവരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്ക്, ഭാവി സന്തതി പരമ്പരകൾക്ക് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കണേ പടച്ചവനെ. അള്ളാഹുവെ, ഞങ്ങൾക്ക് നൽകുന്ന ജീവിത വിഭവങ്ങൾ, ഞങ്ങളുടെ ആയുസ്, ആരോഗ്യം, സമ്പത്ത്, സന്താനങ്ങൾ, ദീന, ദുനിയാവ്, ഇൽമ, ഈമാൻ സർവ്വകാര്യങ്ങളിലും ബർക്കത്ത് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അള്ളാഹുവെ, ഞങ്ങൾക്ക് നൽകുന്ന ജീവിത വിഭവങ്ങൾ, ഞങ്ങളുടെ ആയുസ്, ആരോഗ്യം, സമ്പത്ത്, സകല കാര്യങ്ങളിലും അള്ളാഹുവെ ഞങ്ങൾക്ക് നീ ബർക്കത്ത് നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, മാരകങ്ങളും ഭയാനകങ്ങളുമായ രോഗങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിച്ച് സലാമത്തായ ജീവിതം കൊണ്ട് ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അള്ളാഹുവെ, ലോകത്തുടനീളം അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക പ്രവർത്തകരെ, പോരാളികളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, നിന്റെ ദഅവത്തിന്റെ മാർഗത്തിൽ, ജിഹാദിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള ഉദവി നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اعزنا فلا تذلنا يا رب العالمين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم لا تشغل خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا
اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.